ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അതുപോലെ ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. ആരും ഒരു ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ഹാങ്ഡ് മാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. മാസ്റ്റർ കാർഡ് നോക്കാം നമുക്ക്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് തന്നെ ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്. അപ്പം നിങ്ങളുടെ ഒരു പേഴ്സൺ ഇവിടെ എന്തിലോ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവർ കുടുങ്ങിപ്പോവാൻ അല്ലെങ്കിൽ അവർ സ്റ്റക്കായി നിൽക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കാം. ഒരു ബ്രേക്കപ്പിലെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടായ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ഭയങ്കര വേദനാജനകമായ വാക്കുകൾ ഉണ്ടായിരിക്കാം. അതായിരിക്കാം ചിലപ്പോൾ ഇനി അങ്ങനെയുള്ള തുടർന്ന് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെയുള്ള വാക്കുകൾ വീണ്ടും നിങ്ങൾ പറയുമ്പോൾ അവർക്ക് ഒത്തിരി വിഷമമാകും. അതൊക്കെ അവർക്ക് സഫർ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവർ ഇനി ഇതിലേക്ക് വരണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന പോലെ കാണുന്നുണ്ട്. ചിലപ്പോൾ പലതരത്തിലുള്ള ഡിഫറൻസുകൾ നിങ്ങൾ തമ്മിൽ കാണാം, അതാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പേരൻസിന്റെ ഒരു ബ്ലാക്ക് മെയിലോ അല്ലെങ്കിൽ അവർ വളരെ ഒരു ഇമോഷണൽ രീതിയിലൊക്കെ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടാകാം ഈ ഒരു ഓപ്പോസിറ്റ് വ്യക്തി, അതായത് നിങ്ങൾ വളരെ മോശപ്പെട്ട വ്യക്തിയാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കുന്നതോ ഇതൊക്കെ ആകാം എന്നുള്ളതാണ്. എന്തായാലും അവരെന്തിലോ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവര് കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഈ ഒരു ഹാങ്ഡ് മാൻ റിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതോ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് ഇനി കൊണ്ടുപോകണമോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. അവരിപ്പോ ആ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുന്നു. ഈ വ്യക്തി കുറച്ച് നാളുകളായിട്ട് ഒരു ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ അങ്ങനെ അവര് ഒരു ബാലൻസ് കിട്ടാതെ ഒരു ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മാജിക്, ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് വന്നിരിക്കുന്നു. അപ്പൊ ഒരു മാജിക് പോലെ ഇവരിലേക്ക് ഒരു പുതിയ ബോധം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്നും അതിനായിട്ട് പ്രവർത്തിച്ച് അത് നേടിയെടുക്കണം എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരേ സമയം തന്നെ ഇവിടെ രണ്ട് വഴികൾ അവരുടെ മുന്നിൽ തെളിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 2 ഓഫ് പെന്റിക്കിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് വഴികൾ ഒരേ സമയം അവരുടെ മനസ്സിൽ തെളിയുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഒരു വഴി നിങ്ങളിലേക്ക് തിരികെ വരിക എന്നതും മറ്റേ വഴി പാസ്റ്റ് വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോകുക എന്നതുമാണ്. അപ്പൊ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർ ആലോചിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ന പാസ്റ്റ്, ഈ റിലേഷൻഷിപ്പ് പാടെ മറന്നിട്ട് പുതിയൊരു വഴിയിലേക്ക് മുന്നോട്ട് പോവുക എന്നോ ഇത് വേണോ എന്ന് ഇങ്ങനെ രണ്ട് വഴികൾ ഇവർ ആലോചിക്കുകയാണ്. അപ്പോൾ അവർ ഈ രണ്ട് വഴികൾ തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ആ വ്യക്തി ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ ഈ വിൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ സമയം ഇങ്ങനെ പോകുന്നു. അതായത് വിധിയുടെ വിളയാട്ടം പോലെ ഒരു ഗോൾഡൻ ചാൻസ് അവരുടെ മുന്നിലേക്ക്, പുതിയൊരു
ചാൻസ് അവരുടെ മുന്നിലേക്ക് വരുന്നു. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണത്. അപ്പോൾ പുതിയൊരു തുടക്കം അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, അപ്പോൾ അങ്ങനെ അത് അവരുടെ മുന്നിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്തുമാകാം. ഇപ്പോൾ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു എനർജി അവർക്ക് ചിലപ്പോൾ ചില കോമൺ ഫ്രണ്ട്സ് വഴിയിട്ട് ഇനി ഈ ഒരു പേഴ്സൺ വളരെ നൈസായിട്ടുള്ള പേഴ്സൺ ആണ്, അങ്ങനെ ജസ്റ്റ് അവർ പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നൊരു കോമൺ ഫ്രണ്ട് പറഞ്ഞാൽ കൂടി അവർക്ക് അതൊന്ന് കൺവിൻസ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടൊരു ചാൻസ് ഉണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒരു തിരിച്ചടി കിട്ടിയാലും അത് ഒരു പുതിയ ഒരു വഴിത്തിരിവായിട്ട് അവര് നിങ്ങളിലേക്ക് വരാനായിട്ട്, എന്താണെങ്കിലും അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു, ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് കൊണ്ട്. പിന്നെ നമ്മുടെ മാസ്റ്റർ കാർഡിൽ പറഞ്ഞ ജീവിതചക്രം, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ, ജീവിതചക്രം പതിയെ തിരിയുമ്പോൾ അവരൊരു ഡിസിഷൻ എടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു ശക്തമായ തീരുമാനമായിരിക്കും. ആ ഒരു തീരുമാനം എടുക്കുന്ന നിമിഷം മുതൽ അവരുടെ ഹൃദയം പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ തീരുമാനിക്കും എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ട് മുന്നോട്ട് പോകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അവരുടെ ഹൃദയത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഉള്ള ഒരു ജീവിതം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവരെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു കാര്യം, ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു സന്തോഷകരമായ ജീവിതം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടിച്ചേരുന്നതാണ് ഉള്ള ഒരു റിയലൈസേഷൻ ചെയ്യുന്ന ഒരു സമയമാണിത്. അതാണ് നമുക്ക് ചാരിയറ്റ് കാർഡ് വഴി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അവരുടെ ഒരു പൂർണ്ണത നിങ്ങളിലൂടെയാണ് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ഇവിടെ നമുക്ക് ഈ കാർഡിലൂടെ ചില കൺഫ്യൂഷൻസ്, കുറെ ഡേ ഡ്രീംസ് അല്ലെങ്കിൽ കുറെ ഇല്യൂഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവരുടെ മനസ്സിലൂടെ വന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സ്ലോലി അതിനൊരു ക്ലിയറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കൺഫ്യൂഷൻസും ഡ്രൈ ഡ്രീംസ് ഒക്കെ ഉണ്ടാകാം, കുറച്ച് വിഷമം, അല്ലെങ്കിൽ ഇനി വേണോ വേണ്ടയോ ഇങ്ങനെയൊക്കെ നിങ്ങൾ അവര് തിരിച്ചു വന്നതിന് ശേഷം പിന്നെയും തിരിച്ചു പോകാൻ നിൽക്കുക, അങ്ങനത്തെയൊക്കെ ആക്ഷൻ എടുക്കണോ വേണ്ടയോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊത്തം ഒരു കുഴച്ചു മറച്ചിലുകൾ അവരുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും അത് സ്ലോലി ക്ലിയർ ആകും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു സന്തോഷകരമായ ഒരു റീയൂണിയന്റെ കാർഡ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നിങ്ങൾ ചോദിച്ചതുപോലെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് 2 കാർഡ്സിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും. അതായത് നിങ്ങൾ ഇരുവരും വീണ്ടും ഒരുമിച്ച് ചേർന്ന് ചിരിച്ച് സംസാരിക്കുന്ന, സന്തോഷം ആഘോഷിക്കുന്ന ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് നമുക്കിവിടെ ലാസ്റ്റ് കാർഡിലൂടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു യാത്ര, നിങ്ങളുടെ ജീവിതയാത്ര ഒരു ഡെസ്റ്റിനി, ഇത് നിങ്ങളുടെ ഒരു വിധി തന്നെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതായത് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്ന ടൈമിൽ ഈ ഒരു പേഷ്യൻസ്, അതുപോലെ തന്നെ ഡെസ്റ്റിനി, പിന്നെ നിങ്ങളുടെ സമയം എല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങളെ വീണ്ടും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒരുമിപ്പിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വന്ന ഒരു സെലിബ്രേഷൻസ് ഒക്കെ നമ്മളിവിടെ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും എന്ന് പറയുമ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ തിരികെ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പോൾ അവർ ചോദിക്കും, എപ്പോഴാണ് എൻ്റെ പേഴ്സൺ വരുന്നത്? കുറേ നാളായി ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ റീഡിങ്ങിൽ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് 100% പറയാനായിട്ട് സാധിക്കും ഏത് സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ വരിക എന്നുള്ളത്. കാരണം നമുക്കിവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് പ്ലസ് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1 മുതൽ 3 മാസം വരെയുള്ള സമയത്ത് സംഭവിക്കാവുന്ന ഒരു എനർജിയാണിത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് 1 മുതൽ ഒരു 3 മാസം വരെയുള്ള സമയത്തിനുള്ളിൽ ഈ ഒരു റീഡിങ് കണ്ട് റെസനേറ്റ് ആവുന്നവർക്ക് ഇന്നേ ദിവസം തുടങ്ങി ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് 100% ഉറപ്പിച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചാരിയറ്റ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആകും എന്ന് കാണുന്നു. അത് ഒരു 50% ആളുകൾക്കാണ് ഈ ഒരു 3 മാസത്തിനുള്ളിൽ വരുന്നത്.
ചാരിറ്റ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിലേ, കുറേ ആളുകൾക്ക് കുറച്ച് ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിലേ ആകുവാണെങ്കിൽ അത് മാക്സിമം എത്ര നാളിനുള്ളിൽ വരും, നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 7 മന്ത്സിനുള്ളിൽ, ഒരു 7 മന്ത്സ് ചിലപ്പോൾ ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു 7 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ മിനിമം ടൈം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ 1 to 3 മന്ത്സിനുള്ളിൽ വരും, ഇല്ല മാക്സിമം ടൈം ആണെങ്കിൽ ഒരു 7 മന്ത്സിനുള്ളിൽ വരും. അപ്പം ഇതാണ് നമുക്ക് ഒരു കറക്റ്റ് ടൈം ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിന്. ഇത് ഇനിയിപ്പോൾ ഒരു 7 മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തു അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇനി ഒരിക്കലും വരാനായിട്ടും പോകുന്നില്ല എന്നുള്ള ഒരു എനർജി കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ 3 ഓഫ് കപ്സ് നമുക്കിവിടെ വന്നിരിക്കുന്നു. സെലിബ്രേഷൻ എനർജിയാണത്. ഒരു റീയൂണിയൻ, ഒരു ഫെസ്റ്റിവൽ ടൈം അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്റിംഗ് പീരിയഡിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ, അതായത് ഇപ്പൊ ഇനി ക്രിസ്മസോ ഈദോ അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ സമയത്ത്, അല്ലെങ്കിൽ സോഷ്യൽ ഒരു ഗെറ്റ് ടുഗദർ, അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഈ ഒരു റീയൂണിയൻ സംഭവിക്കാനുള്ള ചാൻസ് ഒത്തിരി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ഒരു റീയൂണിയൻ നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും. അത് ഒരു സെലിബ്രേഷൻ നടക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പേഴ്സൺ റീയൂണിയൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ഉണ്ടാവുക. നിങ്ങൾ വളരെ സന്തോഷമായി കളിച്ച് ചിരിച്ച് ഒരു സെലിബ്രേറ്റ് ചെയ്യും നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഐ ആം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഓക്കെ, ഞാനൊരു ബെസ്റ്റ് ആയിട്ടുള്ള ആളല്ല എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുകയാണ്, പക്ഷെ ഞാൻ എൻ്റെ മുഴുവൻ ഹൃദയത്തോടും കൂടി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അവരെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ, നമ്മൾ റീഡിങ്ങുമായിട്ട് വളരെ റെസനേറ്റ് ചെയ്യുന്ന സോൾ മെസ്സേജസ് ആണ് വരുന്നത്. അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. എല്ലാറ്റിനും ഉപരിയായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് അവർ പറയുകയാണ്. ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, സത്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു സമയത്ത് അവർ റെഡിയാണ് എന്നാണ് പറയുന്നത്. ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. ഓക്കെ, അവർ നിങ്ങളെ വിട്ടിട്ട് പോയതിന്, നിങ്ങൾ അവരോട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോയതിന് അവർ നിങ്ങളോട് ഈ ഒരു സമയത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കും, പെട്ടെന്ന് തന്നെ നീ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഗീവ് മീ സം ലവ്, ഐ ആം സോറി. ഓക്കെ, വീണ്ടും അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് ഇച്ചിരി സ്നേഹം തന്നാലും എന്ന് അവർ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. കുറേ കാര്യങ്ങൾ, ഈ സോൾ മെസ്സേജസ് അല്ലാതെ തന്നെ നിങ്ങളോട് കുറേ കാര്യങ്ങൾ അവർക്ക് ഇനിയും പറയാനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഐ വിൽ കം ബാക്ക് ടു യു എന്ന് ഡയറക്റ്റ് തന്നെ ഒരു സോൾ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, clues related to this reading. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1988 എന്ന് പറയുന്നൊരു വർഷമാണ്. യെസ് പോസിബിൾ, നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും. 1 month എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ പെയിന്റിങ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നു. ചൈൽഡിഷ്, അതുപോലെ തന്നെ 1989 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റീഡിംഗ് ഒക്കെ ഇഷ്ടമുള്ള താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 2023 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബേക്കർ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ എറണാകുളം ജില്ല നമുക്ക് കിട്ടുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നു. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. ഗോൾഡൻ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന വർഷം വരുന്നു. ബ്ലാക്ക് കളർ, എൻകറേജസ് യു, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ബ്രൗൺ കളർ, നമ്പർ 22. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ വരുന്നുണ്ട്. നമ്പർ 35. ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നു. ബ്ലൂ കളർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി. ടുഡേ, ഇന്ന് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനോ ഒക്കെ ഉള്ള ചാൻസ് കാണുന്നുണ്ട്. നമ്പർ 32 നമുക്കിവിടെ കിട്ടുന്നു. നമ്പർ 34, അതുപോലെ 2 months എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് 1978 എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടായിരിക്കാം. നമ്പർ 13, ലെറ്റർ ഐ, അതുപോലെ 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ ലെറ്റർ ബി നമുക്കിവിടെ കിട്ടുന്നു. 1991 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1981 കിട്ടുന്നു. നമ്പർ 54, നമ്പർ 48, ലെറ്റർ എഫ്, ട്രൂ ലവ്, ഓക്കെ, നമ്പർ 24, നമ്പർ 1, നമ്പർ 38, നമ്പർ 44. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.